നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നൊരു അടിപൊളി സ്രാവ് കറിയാണ്. സ്രാവ് എപ്പോഴൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്രാവ് കറിയാണ്. ഒരുപാട് പേര് പല കേക്ക് റെസിപ്പികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം എൻ്റെ ഹെൽത്ത് ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഓക്കെ ആയതിനു ശേഷം കേക്ക് റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഹെയർ കെയറിൻ്റെ വീഡിയോയും എണ്ണയുടെ വീഡിയോ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പേ എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്രാവ് കറിയാണ്. സ്രാവ് കറി നമുക്ക് പല തരത്തിൽ വെക്കാമല്ലോ. പക്ഷേ ഈ ഒരു തരത്തിൽ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു തരത്തിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. ഇതിൻ്റെ അമ്മ പണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്രാവ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ സ്രാവൊന്നും എപ്പോഴൊന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ സ്രാവ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കിട്ടിയതാണ് കേട്ടോ. അത് മുറിച്ച് വാങ്ങിച്ചതാണ്. ഇത് വലിയ സ്രാവ് വേണം വാങ്ങിക്കാനായിട്ട്. തീരെ ചെറിയ സ്രാവിന് ടേസ്റ്റ് കുറവായിരിക്കും. വലിയ സ്രാവ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ ഒരു 1/2 കിലോ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അലുവ കഷ്ണങ്ങൾ പോലെ കിടക്കുന്ന സ്രാവാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ശകലം മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതി. കുറച്ച് മതി. മല്ലിപ്പൊടി അധികമായി പോവുകയോ ചെയ്യരുത്. എന്നാൽ വേണം താനും, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മൂന്നും കൂടെ ഒന്ന് ചൂടാക്കി ആ ഒരു മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ചൂടാക്കാം. അപ്പോൾ അത് ചൂടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാലൊരു കയ്പ്പ് രസമായിരിക്കും. പിന്നെ അതേ സമയത്ത് കറക്റ്റായിട്ട് മൂപ്പും എത്തണം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. ആ ഒരു മണം മാറി നല്ലൊരു മൂത്ത മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി കൊടുക്കാം. കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇട്ടിരുന്നാലും മതി. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. ഇനി നമുക്ക് സ്രാവിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 10-15 ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയിൽ. അത് 2ആയിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. പിന്നെ അത് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം, ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ട് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ വലിയ കഷ്ണമായിട്ട് തന്നെ മുറിച്ച് കിടന്നോട്ടെ. പിന്നെ ഒരു 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പിടി തേങ്ങാക്കൊത്താണ്. ഭയങ്കര ടേസ്റ്റി ആട്ടോ ഈ ഒരു തേങ്ങാക്കൊത്ത് നമ്മുടെ സ്രാവ് കറിയിൽ. കാരണം ആ തേങ്ങാക്കൊത്തിനും ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ആ സ്രാവും തേങ്ങാക്കൊത്തും കൂടി ഒഴിച്ച് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു നെക്കൊക്കെ കിടക്കുന്ന തരത്തിലങ്ങ് ഒഴിച്ചിരുന്നാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുടംപുളിയാണ്. ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം ഉണ്ട്. അതൊന്ന് കഴുകിയിട്ട് ഒരു 3-4 കഷ്ണമായിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഉള്ളി ഇഞ്ചി ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇടുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. വഴറ്റി കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് എളുപ്പമാണ്, ടേസ്റ്റും കൂടുതലായിരിക്കും. അതും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പം ഒരു അടപ്പുകൊണ്ട് അടച്ച് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് അടയ്ക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് അടച്ചാൽ മതി. തീ കുറച്ച് വെച്ച് അടച്ച് വെച്ചതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുളി എന്തായാലും ഇത് തന്നെ മതിയാവട്ടോ. ഇനി കൂട്ടി നോക്കുന്ന സമയത്ത് പുളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 കഷ്ണം എടുത്ത് അങ്ങ് മാറ്റിയാൽ നമുക്ക് കറക്റ്റ് പുളിയായിട്ട് കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. കാരണം കുടംപുളി ആകുമ്പോഴേ കുടംപുളി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ പുളി അങ്ങ് ഇറങ്ങും അതിൽ. അപ്പോൾ ആ ഒരു പുളി കണക്കാക്കി വേണം നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 കപ്പ് ഒരു ഇച്ചിരിയും കൂടെ എടുത്തിട്ട് തേങ്ങ വറുത്ത് ഓവനിൽ വറുത്ത് വെച്ചതാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ അടുപ്പിൽ നമ്മൾ സാധാരണ തേങ്ങ വറുക്കില്ല, അതുപോലെ നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് ഇരിക്കുന്ന തേങ്ങയാണ്. ഓവനിൽ തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. എളുപ്പം കഴിയും കേട്ടോ. നമ്മുടെ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തേങ്ങ വറുത്ത് കഴിയും. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുവേ. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് തട്ടിയിട്ട് കൊടുത്ത് ആ തട്ടിയിട്ട് അങ്ങ് അടിച്ചെടുക്കണം. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ആ തേങ്ങയിലുള്ള എണ്ണ കൊണ്ട് വേണം ഇത് അരഞ്ഞു വരാനായിട്ട്. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ.
ഇപ്പം 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടിയിട്ട് ഞാൻ അടിച്ചെടുത്താൽ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങയുടെ എണ്ണയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ, അധികം ഒന്നും തേങ്ങ ചേർക്കരുത്. കാരണം കറിയിൽ തേങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ പാടില്ല, ആ സ്രാവിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്രാവൊക്കെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കലക്കി ഒഴിച്ചിരുന്നാൽ മതി. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത്. ഗ്രേവി ആവശ്യത്തിന് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് അത് ഇരുന്നൊന്ന് തിളക്കട്ടെ. കുറച്ച് സമയം തീ കുറച്ചിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ. തേങ്ങ ചേർക്കാതെ തന്നെ ഈ ഒരു പരുവത്തിന് തന്നെ എടുക്കാം. കറിവേപ്പില ഇട്ടങ്ങ് അടച്ചു വെച്ചാൽ മതി. അത് തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ തേങ്ങ ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. അതപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറി. അപ്പോൾ അരപ്പ് ഒഴിക്കുന്ന സമയത്ത് അരപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ അരപ്പിൻ്റെ ടേസ്റ്റ് മാറി മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് സമയം അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇട്ട് തിളപ്പിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറെ മസാലപ്പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. മസാലപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്രാവിൻ്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു മസാല മാത്രം മതി. നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറിയാണ്. സ്രാവ് കറി വെക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെ വെക്കണം. എപ്പോഴെങ്കിലും സ്രാവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസല സ്രാവ് കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.